താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. പ്രൈസർ ഫാമിലിയിൽ നിന്ന് രോഗങ്ങളും അത് മുഖാന്തരമുണ്ടാകുന്ന കഷ്ടതയും വേദനയും അനുഭവിക്കാത്തവർ ഇല്ല. കാരണം ജീവനുള്ള എല്ലാവരും അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളും അവിധത്തിൽ പലവിധമാകുന്ന രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് അത് മുഖാന്തരമുള്ള വേദനയും കഷ്ടതയും അനുഭവിച്ചായിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും ശാരീരികമോ മാനസികമോ പൈശാചികമോ ആയ രോഗങ്ങൾ കാണാം. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഒരു ചെറിയ ഫാമിലി, അപ്പൻ അമ്മ 2 മക്കൾ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവിടെ അമ്മയ്ക്ക് വയ്യാതായി. അമ്മമാർ പൊതുവെ വയ്യാതായാലൊന്നും പുറത്ത് പറയാറില്ല, പക്ഷേ അത് അറിയാൻ കഴിയും. എങ്ങനെ? തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നമാണ്. അതുവരെ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ ദേഷ്യത്തോടെ പെരുമാറും, ഇല്ലേ? അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് വീട്ടിനകത്തുണ്ടാക്കുന്നത്. വീട്ടിനകത്തെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോകും. ജീവിതക്രമം താളം തെറ്റിപ്പോകും. ആ ഒരു ഭവനത്തെ താളം തെറ്റിപ്പോകാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അമ്മമാർക്കാണ്. അവിധത്തിലുള്ള അമ്മമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അപ്പനാണ് വയ്യാതാവുന്നതെങ്കിലോ തീർന്നു, പറയണ്ട. സ്ഥിര വരുമാനമൊന്നുമില്ലാത്ത ഒരു സാധാരണ ഫാമിലിയിലുള്ള ഒരു അപ്പനാണ് വയ്യാതാവുന്നതെങ്കിൽ ആ ഭവനത്തിലുള്ള എല്ലാ കാര്യങ്ങളും കടം വന്നു കയറും. മക്കളുടെ പഠിത്തം, ലോണടപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മുടങ്ങും. സ്വസ്ഥത പോയി, സമാധാനം പോയി, രോഗം പോകുന്ന പോക്കാണേ. ഇനി മക്കൾക്കാണ് രോഗമെങ്കിലോ അവരുടെ പഠനത്തെ ബാധിക്കും. വെറുമൊരു പനി, ജലദോഷം, അത് പരീക്ഷാ സമയത്താണ് വരുന്നതെങ്കിലോ 1 വർഷം മുഴുവനുള്ള അധ്വാനം അപ്പനും അമ്മയ്ക്ക് സഹിക്കത്തില്ല. തങ്ങൾക്ക് വരുന്ന രോഗമൊന്നും അവർക്കൊരു വിഷയമല്ല, പക്ഷെ മക്കൾക്കാണ് ചെറിയൊരു രോഗം മതി, സഹിക്കുവാൻ കഴിയത്തില്ല. അവരുടെ ജീവിതം മുഴുവൻ ഇരുളടഞ്ഞതുപോലെ ആയിത്തീരും. ഇത് സാധാരണ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞതാ. അപ്പോൾ സാധാരണ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോഗാവസ്ഥകൾ പോലും നമ്മുടെ ജീവിതത്തെ വലുതായി ബാധിക്കും, പ്രശ്നം കലുഷിതമാക്കി തീർക്കും. അപ്പോൾ രോഗസൗഖ്യം എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്നർത്ഥം. ഓക്കെ, ഇനി ഈ സൗഖ്യം അത്ര എളുപ്പമാണോ? നമുക്കറിയാം, നമ്മുടെ വൈദ്യശാസ്ത്രം ഒത്തിരി വളർന്നിരിക്കുന്നു, അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും രോഗം കണ്ടുപിടിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. അതിസമ്പന്നരായ പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികൾ അവിധത്തിൽ ചികിത്സിക്കുവാനൊക്കെ ഒത്തിരി പണമുണ്ട്, ഏത് രാജ്യത്തിലും പോകാം, എന്നിട്ടും രോഗം ബാധിച്ച് തന്നെ മരിക്കുന്നു. അപ്പോൾ അവിടെ ഇനി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ചോദ്യവുമായി ദൈവസന്നിധിയിലേക്ക് വരുവാൻ തയ്യാറായാൽ ഇതിൽ നിന്ന് ഒരു മോചനം സാധ്യമല്ലേ? രോഗങ്ങളിൽ നിന്ന് ഒരു മോചനം സാധ്യമല്ലേ? ഉത്തരമുണ്ട്. അവിടെ വ്യക്തമായ ഉത്തരമുണ്ട്. വ്യക്തമായ ഉത്തരം നമുക്ക് തരുന്ന ദൈവത്തെക്കുറിച്ച് തന്നെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. യഹോവ റാഫ, അവൻ സൗഖ്യമാക്കുന്നവനാണ്. അതേ ദൈവം വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ അടുക്കൽ വന്ന നാനാ വ്യാധിക്കാരെയും പാപമുഖാന്തരം രോഗികളായവരെയും ഭൂതത്താൽ പിടിക്കപ്പെട്ട് രോഗികളായവരെയും മുഖപക്ഷം നോക്കാതെ സൗഖ്യമാക്കി. തീർന്നില്ല. അതേ കർത്താവായ യേശു ക്രിസ്തു മാനവ രാശിയുടെ വിമോചനത്തിനായി, അഥവാ നിത്യമരണത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മാനവരാശിയെ വീണ്ടെടുക്കുവാനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ, അതെ, ആ യാഗസ്ഥലത്ത് വെച്ച് അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണർ, അതെ, എനിക്കും നിങ്ങൾക്കും സൗഖ്യമായി വാഗ്ദത്തം ചെയ്തു. അപ്പോൾ എങ്ങനെ? കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ വെളിപ്പെട്ട സൗഖ്യം നമുക്ക്, എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ട സൗഖ്യം നമുക്ക് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് റിസീവ് ചെയ്യാം. അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ മെസ്സേജ് കഴിഞ്ഞ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും സൗഖ്യത്തോടെ എഴുന്നേൽക്കും. രോഗികളായി എന്നെ കേൾക്കുന്നവർ അതേ സൗഖ്യത്തോടെ എഴുന്നേൽക്കും. കിടക്കയിൽ കിടന്ന് കേൾക്കുന്നവർ എഴുന്നേറ്റ് പുറത്തു വരും. അതേ, ചിലർ ഭവനത്തിന്റെ പുറത്ത് വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാൽ ചിലരുടെ ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടും. അപ്പോൾ റെഡിയാണല്ലോ? നമ്മളിന്ന് ഈ വാഗ്ദത്തം സ്വീകരിക്കുവാൻ പോകുക ആ വചനത്തിലൂടെ തന്നെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ
അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇതൊരു യാദൃച്ഛിക സംഭവമല്ല. ലോകം കരുതുന്നത് പോലെ ലോകം പല നിലകളിൽ, അതേ മനുഷ്യർ പല നിലകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ വിവക്ഷിക്കുന്നുണ്ട്. അതേ അവിശ്വാസികൾ ആയവർ പറയുന്നു അവനെ ഒരു വിപ്ലവകാരിയായി കണ്ട് റോമൻ ഭരണകൂടം തൂക്കിക്കൊന്നു. അന്നത്തെ ഏറ്റവും പ്രാകൃതമായ ശിക്ഷ നൽകി കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്നു. അത് യഹൂദ മത അനുസാരികൾ, ആ മതത്തിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്ന മതാനുസാരികൾ പറയുന്നുണ്ട്. ഇന്നും ആ മതത്തിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്ന മറ്റു മതങ്ങൾ ഉണ്ട് ലോകത്തിൽ, വലിയ മതങ്ങളായി തന്നെ. ആ മതങ്ങൾ പറയും അതേ അവൻ സ്വയം ദൈവമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവരുടെ മതമനുസരിച്ച് അവനെ കൊല്ലുവാൻ റോമൻ പടയാളികൾക്ക്, റോമൻ ഭരണകൂടത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ പല പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ ഇതൊരു യാദൃച്ഛിക സംഭവം അല്ല. നാം കരുതുന്നത് പോലെ എങ്ങനെയെങ്കിലും സംഭവിച്ച ഒരു കാര്യം അല്ല. 53-ാം അധ്യായം തന്നെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ശ്രദ്ധിക്കണമേ, നാമോ, അതെ ലോകമോ, ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. ലോകം ഇങ്ങനെ പലതും വിചാരിക്കും. എന്നാൽ ദൈവമോ അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരുകളെ നമ്മുടെ സൗഖ്യമാക്കി തീർത്തു. ഇവിടെ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആലോചന പങ്കുവയ്ക്കട്ടെ. പലരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന ആ ആലോചന. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും വിധം എന്ത് ചെയ്താലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് വരുമ്പോൾ തിരിച്ചറിയുക. അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ കരയിപ്പിക്കുന്നുണ്ട്. അതിനെ ദൈവം നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാക്കി മാറ്റും. നിങ്ങൾക്കൊപ്പമുള്ളവരുടെ സന്തോഷത്തിന് കാരണമാക്കി മാറ്റും. കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണർ എൻ്റെയും നിൻ്റെയും രോഗസൗഖ്യത്തിന് കാരണമായി മാറിയതുപോലെ കരയുന്ന ചിലർ ഒപ്പമുള്ളവർക്ക് ആശ്വാസമായി മാറുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. പിശാചിൻ്റെ പ്രവർത്തികളാൽ ബാധിക്കപ്പെട്ട ചിലർ, പിടിക്കപ്പെട്ട ചിലർ ഒപ്പമുള്ളവർക്ക് അതേ ആശ്വാസമായി സന്തോഷമായി മാറുവാൻ പോകുക. ദൈവം ഔവിധത്തിൽ അതിനെ മാറ്റും. പന്ന പിശാചേ, നീ എന്നെ കരയിപ്പിച്ച് ചിരിക്കേണ്ട, നിന്റെ ചിരി അതേ കരച്ചിലായി മാറുവാൻ പോകുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. പിശാചേ, നിന്റെ ചിരി അത് കരച്ചിലായി മാറുവാൻ പോകുക. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ, നിങ്ങൾ കരഞ്ഞതല്ല കരച്ചിൽ, പിശാച് കരയുവാൻ പോകുക. ഓ സ്തോത്രം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറുന്നത് കണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ഏൽപ്പിച്ച ഓരോ ക്ഷതങ്ങളെയും നിങ്ങൾക്ക് നന്മയാക്കി മാറ്റുന്നത് കണ്ട് പിശാചും അവനാൽ പിടിക്കപ്പെട്ടവരും കരയുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? മീൻസ് ഈ വചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറുന്നു? അതുകൂടെ ചിന്തിച്ചിട്ട് വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? 53-ാം അധ്യായം തന്നെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, റോമൻ പടയാളികളാൽ അടിച്ചു തകർക്കപ്പെട്ട യേശുവിനെ കുറിച്ച്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. മീൻസ് അവൻ നിത്യരോഗിയായി തീർന്നു. ഔവിധത്തിൽ തകർക്കപ്പെട്ടു. ഔവിധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ക്ഷതമേറ്റു, മുറിവുകളുണ്ടായി. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ ശരീരം കല്ലറയ്ക്ക് പാകപ്പെട്ടു. ഈ ഭൂമിയിൽ പിന്നെ തുടർന്ന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമെത്തി. പലവിധ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് സ്വയം ചിന്തിക്കുകയും മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യുന്ന അതേ നിലവാരത്തിൽ രോഗിയായി തീർന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 2009 ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കുമ്പോൾ L5 ഡിസ്ക് കംപ്രസീവ് ഫ്രാക്ചറായി. ഇപ്പോഴുണ്ടായ വീഴ്ചയിലുണ്ടായതുപോലെ ഇപ്പോൾ 3 പൊട്ടലുണ്ട്. അന്ന് 1 പൊട്ടൽ. പക്ഷേ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ വാസം നിങ്ങൾക്കറിയാമല്ലോ. ഒത്തിരി ഭയപ്പെടുത്തുന്ന ഒത്തിരി പേർ. എൻ്റെ അരികിൽ നിന്ന് അമ്മയെ മാറ്റി നിർത്തി ക്ഷേമം അന്വേഷിക്കുവാൻ വന്നവർ ചോദിക്കുന്നത് ഉറക്കത്തിലെന്ന പോലെ കണ്ണടച്ച് കിടന്ന് ഞാൻ കേട്ടു, ഇനി ഈ ചെറുക്കൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമോ? എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ അമ്മയെ കരയിപ്പിച്ചു. എൻ്റെ ഉള്ളം കുത്തിക്കീറുന്ന വേദന എനിക്ക് സമ്മാനിച്ചു. ചുറ്റും ഇരുട്ടുമാത്രമായ ദിവസങ്ങൾ. അതേ, ഞാൻ സ്വയം തിരിച്ചറിയുകയായിരുന്നു, എൻ്റെ ശരീരം ഇനി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കൊള്ളത്തില്ല. അവിധത്തിൽ കൊള്ളാതായതിനെ കൊള്ളാതാക്കുന്ന ഒരു ദൈവം വരാം. അപ്പോൾ കല്ലറയ്ക്ക് പാകമായി.
ആ കല്ലറയിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. മീൻസ് പുനരുത്ഥാനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിനുമേൽ വെളിപ്പെട്ട് അവന്റെ ശരീരത്തെ പുനർനിർമ്മിച്ചു. പുനരുത്ഥാന ശരീരത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതെ, ഒരു രോഗത്തിനും കീഴടക്കുവാൻ കഴിയാത്ത ശരീരത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് കീഴടക്കുവാൻ കഴിയാത്ത ശരീരത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. രോഗത്തിന് തകർക്കുവാൻ കഴിയാത്ത ശരീരത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ രോഗത്തിന് കീഴടക്കുവാൻ കഴിയാത്ത ശരീരത്തോടുകൂടെ ഈ മെസ്സേജിന് മുമ്പിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോകുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാൽവരിയിൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെടുന്ന സൗഖ്യം പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ശരീരത്തെ മാറ്റും. ഓ സ്തോത്രം! ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ രോഗാതുരമായിരിക്കുന്ന ശരീരത്തെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്ക വിധത്തിൽ ശക്തിയുള്ളതാക്കി മാറ്റും. മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ശരീരമാക്കി മാറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണല്ലോ? നമുക്ക് പ്രാർത്ഥിച്ചാലോ? യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരിനാൽ വെളിപ്പെട്ടതും എനിക്ക് വാഗ്ദത്തം ചെയ്തതുമായ സൗഖ്യം ഇപ്പോൾ എൻ്റെ മേൽ വന്ന് നിറയണമേ. യേശുവേ, ആ അടിപ്പിണരിനാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട സൗഖ്യം എൻ്റെ മേൽ വരയണമേ. പ്രാർത്ഥിക്ക് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ പ്രാർത്ഥിക്ക്. നിങ്ങൾ എവിടെ ആയിരുന്നാലും, യാത്രയിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്ക്. ജോലി സ്ഥലത്തായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്ക്. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരിനാൽ വെളിപ്പെട്ട സൗഖ്യം, എനിക്കായി വാഗ്ദത്തം ചെയ്യപ്പെട്ട സൗഖ്യം എൻ്റെ മേൽ വരയണമേ. ആ ആശുപത്രി കിടക്കയിലായിരിക്കുന്നവർ പ്രാർത്ഥിക്ക്. രോഗിയായ ഭർത്താവിൻ്റെ അടുക്കലായിരിക്കുന്നവർ, ഭാര്യയുടെ അടുക്കലായിരിക്കുന്നവർ, മക്കളുടെ അടുക്കലായിരിക്കുന്നവർ, മാതാപിതാക്കളുടെ അടുക്കലായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ മേൽ, എൻ്റെ ഭർത്താവിന് മേൽ, എൻ്റെ മക്കളുടെ മേൽ ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ മരണത്തിന് യോഗ്യമായ കല്ലറയ്ക്കുള്ളതായി തീർന്ന ആ ശരീരം ഇനി അധിക നാളില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ആ ശരീരം, ഓ സ്തോത്രം, അത് മരണത്തെ ജയിക്കുക. ഓ സ്തോത്രം! അതിനെ, ആ ശരീരത്തെ രോഗത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ കർത്താവ് പുനർനിർമ്മിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സാക്ഷ്യമായി ആ ആശുപത്രി കിടക്കയിൽ അത് വെളിപ്പെട്ട് വരിക. ഓ സ്തോത്രം! ആമേൻ. പ്രാർത്ഥിക്ക്. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ ആ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം! ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് കൈയുടെയും മുട്ടുകൾ, കാൽമുട്ട്, ഷോൾഡർ വേദനയാണ്. പുറത്ത് പറയുന്നില്ലതേ ഉള്ളൂ. ഒത്തിരി ബാധ്യതകളുണ്ട്. മക്കളെ പഠിപ്പിക്കണം, അവരുടെ പഠനം ഒരിടത്തും എത്തിയിട്ടില്ല. ലോൺ അടച്ച് തീർക്കണം, വീട് വച്ചിട്ടില്ല, ഇപ്പോഴും വാടക വീട്ടിലാണ്. പലതുമുണ്ട്, നേടിയെടുക്കുവാൻ പലതുമുണ്ട്. മക്കളെ ഒരു കരയ്ക്ക് എത്തിക്കണം, വിവാഹം നടത്തണം. അതുകൊണ്ട് തന്നെ പുറത്ത് പറയുവാൻ കഴിയുന്നില്ല. എനിക്ക് പറ്റുന്നില്ല എന്ന് പുറത്ത് പറഞ്ഞാൽ, ഞാൻ ഇട്ടിട്ട് അങ്ങ് വരുവാന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന് പേടിച്ച് ആ ജോലി സ്ഥലത്ത് വേദന തിന്നായിരിക്കുന്ന നിന്നോട് ആ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരിനാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ എൻ്റെ മേൽ വെളിപ്പെടണമേ. പ്രാർത്ഥിക്ക് സഹോദര, പ്രാർത്ഥിക്ക് സഹോദരി, പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടുക. അസ്ഥികളെ ജീവിപ്പിക്കുന്ന, മാംസത്തെ ജീവസുറ്റതാക്കി തീർക്കുന്ന, നാഡീ നരമ്പുകളെ ജീവനുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുക. ആ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറുക. അതേ, പിശാചിന്റെ ഇഷ്ടം പോലെ ജോലി ഇല്ലാത്തവനായി, ജോലി ചെയ്യുവാൻ കഴിയാത്തവനായി, ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി നീ തിരികെ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആരും മൗനമായിരിക്കരുത്. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ വെളിപ്പെട്ട സൗഖ്യം ഇന്ന് എൻ്റെ മേൽ നിറയണമേ. ഓ സ്തോത്രം! പ്രാർത്ഥിക്കുക സഹോദര. ആ സൗഖ്യം വെളിപ്പെടുക. ആ അവയവങ്ങളിൽ, ഓ സ്തോത്രം, അവയവങ്ങളിൽ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്ക് സഹോദരി, പ്രാർത്ഥിക്ക് മാതാവേ. ആ യൂട്രസിനകത്തുള്ള മുഴ എടുത്തു കളഞ്ഞേ പറ്റൂ എന്ന് ഡോക്ടർമാർ പറയുക.
ചില ടെസ്റ്റുകൾക്ക് കൊടുത്ത് ഭയന്നായിരിക്കുക. ആ തൈറോയിഡിൻ്റെ മുഴ, ആമേൻ, പ്രാർത്ഥിക്കുക. ചില ഗ്രന്ഥികളുടെ അമിത വളർച്ച നിന്റെ ശരീരത്തെ വല്ലാതെ ബലഹീനപ്പെടുത്തിയിരിക്കുക. പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം. യെസ്, ഓ, ആ ശരീരഭാഗങ്ങളിൽ, രോഗാതുരമായ ശരീരഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുക, അവയവങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കുക. ഓ, താങ്ക് ഗോഡ്. യെസ്, യേശുവിൻ നാമത്തിൽ ആ മുഴ പുറത്തു പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ വളർച്ച നിൽക്കുക, ആ വളർച്ച നിൽക്കുക. ഓ, താങ്ക് ഗോഡ്. ആ ഗ്രന്ഥി ചുരുങ്ങുക, വീർത്തു വരുന്ന ആ ഗ്രന്ഥി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, പുനരുത്ഥാനത്തിന്റെ ശക്തി പുനർനിർമ്മിക്കുന്ന കൃപയ്ക്കായി, താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി. അതെ, ചില യൂട്രസിനകത്തുള്ള ചില മുഴകൾ പുറത്തു പോയി. സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ സ്തോത്രം പറയും? ആമേൻ. അത് പുറത്തു പോയി മാതാവേ, അത് പുറത്തു പോയി സഹോദരി. ആ അവയവത്തെ നീക്കി. വല്ലാത്ത ഭാരമാ, വല്ലാത്ത പേടിയാ. പ്രാർത്ഥിക്കുക സഹോദരി, സഹോദര, പ്രാർത്ഥിക്കുക. ആ തിക്നെസ്, അമ്മേൻ, ആ യൂട്രസിനകത്ത് ആ ട്യൂബിലുള്ള തിക്നെസ് നിന്നെ ഒരു അമ്മയാകുവാൻ അനുവദിക്കുന്നില്ല. സ്തോത്രം. അത് മാറുക. ഡോക്ടർമാർ ഒത്തിരി ശ്രമിച്ചു, നീ ഒത്തിരി കരഞ്ഞു. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം എൻ്റെ ഉദരത്തിൽ ചലിക്കട്ടെ. അമ്മേൻ. ആ തിക്നെസ് മാറട്ടെ, ആ ട്യൂബിലുള്ള അടഞ്ഞ അവസ്ഥ മാറട്ടെ, ആ തടസ്സം, ആ ബ്ലോക്ക് മാറട്ടെ, ആ ട്യൂബിലെ ബ്ലോക്ക് മാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ സകല ഇമ്പോർട്ടന്റുകളും മാറിപ്പോകുക. യെസ് സഹോദര, പ്രാർത്ഥിക്കുക. ആ ബലഹീനത മാറുക. കുടുംബജീവിതത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ നസ്രനായ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യെസ്, പുനരുദ്ധാനത്തിന്റെ ശക്തി ശരീരത്തിന് മേൽ വ്യാപരിക്കുക, അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുക. നിന്നെ നിന്ദിതനാക്കുന്ന, നിന്നെ നിരാശനാക്കുന്ന, നിന്നെ തലകുനിപ്പിക്കുന്ന ആ ബലഹീനതകൾ, യെസ്, യേശുവിൻ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രി, ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ പകലിൽ, ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ പകലിൽ നീ ഒരു അമ്മയാകുവാൻ പോകുക. ഓ, താങ്ക് ഗോഡ്. നീ ഒരു അപ്പനാകുവാൻ പോകുക. അമ്മേൻ. പുനരുദ്ധാനത്തിന്റെ ശക്തി മരിച്ചുപോയ നിന്റെ അവയവങ്ങളെ ജീവിപ്പിച്ച്. സ്തോത്രം. വചനം ഇങ്ങനെയാ പറയുന്നത്, സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തിൽ, ഓ താങ്ക് ഗോഡ്, നിർജീവമായ ഗർഭപാത്രത്തിൽ, നിർജീവമായ അവയവങ്ങളിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുക മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. പഠിച്ചു മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. പല വിധത്തിലുള്ള രോഗങ്ങൾ പഠനത്തെ ബാധിച്ചിരിക്കുക. പഠന വൈകല്യമെന്ന രോഗം, ഓർമ്മക്കുറവെന്ന രോഗം, ലേറ്റൻസി എന്ന രോഗം. ഓ സ്തോത്രം. അവൻ കേൾക്കുന്നുണ്ട് സഹോദരി, നിന്റെ മകനെക്കുറിച്ച് അവൻ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കി പ്രതികരിക്കുവാൻ സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഓർമ്മക്കുറവുണ്ട്, സ്പീഡിൽ എഴുതുവാൻ കഴിയുന്നില്ല. രോഗം അവയവങ്ങളെ വഴക്കമില്ലാതാക്കുന്ന, ഫ്ലെക്സിബിൾ അല്ലാതാക്കി മാറ്റുന്ന രോഗം. സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? യേശുവേ, അങ്ങയുടെ മേലേൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം, വാഗ്ദത്തം ചെയ്യപ്പെട്ട സൗഖ്യം ഇപ്പോൾ എൻ്റെ തലമുറകളിൽ വെളിപ്പെടട്ടെ. യെസ്, പ്രാർത്ഥിക്കും മാതാവേ, പ്രാർത്ഥിക്കും പിതാവേ. പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ നിന്റെ തലമുറകളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഓർമ്മക്കുറവുകൾ മാറിപ്പോകുക, ഓട്ടിസം മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ പഠന വൈകല്യങ്ങൾ മാറുക. നടന്നു തുടങ്ങിയിട്ടില്ല, ഓ പ്രായം കഴിഞ്ഞു, മറ്റു പിള്ളേർ ഓടിക്കളിക്കുക, നിന്റെ കുഞ്ഞ് നടന്നു തുടങ്ങിയിട്ടില്ല. ഓ സ്തോത്രം. അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കുക, കാലിന്മേൽ ജീവൻ വ്യാപരിക്കുക. അവൻ നടന്നു തുടങ്ങുക, അവൻ സംസാരിച്ചു തുടങ്ങുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഉപവാസ പ്രാർത്ഥന ചില അമ്മമാരുടെ കണ്ണുനീരിന് അറുതി വരുവാൻ പോകുക. നിങ്ങൾ സാക്ഷ്യം പറയുവാൻ പോകുക. ഓ അവൻ പ്രാർത്ഥിക്കും മാതാവേ, മൗനമായിരിക്കരുത്, പ്രാർത്ഥിക്ക്. യേശുവേ, അങ്ങയുടെ വിലയേൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട എനിക്ക് വാഗ്ദത്തം ചെയ്ത സൗഖ്യം എൻ്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വരണമേ. പ്രാർത്ഥിക്ക്. ആ മദ്യമെന്ന രോഗം, അത് രോഗമാ. പിശാച് നിന്റെ തലമുറയുടെ ജീവിതത്തിലിട്ട രോഗമാ. പിശാച് നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലിട്ട രോഗമാ. പിശാച് നിന്റെ അപ്പൻ്റെ ജീവിതത്തിലിട്ട രോഗമാ. പിശാച് നിന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലിട്ട രോഗമാ. പല നിലകളിൽ അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അയ്യോ, കുടുംബം തകരുന്നു, ബന്ധങ്ങൾ തകരുന്നു. ഓ കുടുംബത്തിനകത്ത് വലിയ തകർച്ച.
വലിയ തകർച്ചയ്ക്ക് കാരണമായ മദ്യമെന്ന രോഗം, മയക്കുമരുന്ന് ഉപയോഗമെന്ന രോഗം, വലിയവർ മാത്രമല്ല കുഞ്ഞുങ്ങൾ പോലും, മാതാവേ നീ കരയുക. നിന്റെ ഭർത്താവിനോട് പോലും പറയുവാൻ കഴിയാതെ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടു, തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. ഇന്നവർ ആയിരിക്കുന്ന അവസ്ഥ അറിഞ്ഞാൽ ചുണ്ടിൻ്റെ ഇടയിലും നാക്കിൻ്റെ അടിയിലും സ്തോത്രം എവിടെയൊക്കെ എന്ന് അവർക്ക് തന്നെ അറിയുവാൻ കഴിയാത്ത വിധത്ത് പല വിധത്തിലുള്ള ലഹരി ഉപയോഗത്താൽ ബാധിക്കപ്പെട്ട് രോഗികളായി തീർന്ന നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്ക്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്ക്. യേശുവേ, കാൽവരി ക്രൂശിൽ അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ വെളിപ്പെട്ട സൗഖ്യം എൻ്റെ തലമുറയുടെ മേൽ, ആ മദ്യമെന്ന രോഗത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം വെളിപ്പെടണമേ. യെസ്, അവരെ സൗഖ്യമാക്കണമേ. ആ മദ്യപാന രോഗത്തിൽ നിന്ന് അവരെ സൗഖ്യമാക്കണമേ. ലഹരി ഉപയോഗത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കും മാതാവേ, പ്രാർത്ഥിക്കും പിതാവേ. പുനരുദ്ധാനത്തിന്റെ ശക്തി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ഭർത്താവിന് മേൽ, നിന്റെ അപ്പന് മേൽ, നിന്റെ സഹോദരങ്ങളുടെ മേൽ വ്യാപരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ പിശാച് പുറത്തു പോകുക. ആമേൻ. പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിച്ചാൽ പിശാചിന് പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഏറ്റവും വലിയ ചെയ്ത കാൽവരിയിൽ ചെയ്തത് കല്ലറയ്ക്കകത്താക്കി കെട്ടിബന്ധിച്ചു. മരണം, അതിലും വലുതൊന്നുമില്ലല്ലോ. മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ല. കാരണം പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങി. അതെ, ഒരു പന്ന പിശാചിനും അവരിന്ന് കെട്ടിബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ കൊണ്ട് ആ കെട്ടുകളൊന്നും പോരാതെ വരും, ആ കയറുകളൊന്നും പോരാതെ വരും, ആ ആയുധങ്ങളൊന്നും പോരാതെ വരും. പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ താങ്ക് ഗോഡ്. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. ഇതെനിക്കറിയത്തില്ല. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന ഒത്തിരി രോഗികൾ സൗഖ്യമാകുവാൻ പോകുക. ആമേൻ. ഞങ്ങളുടെ മിടുക്കല്ല, വചനത്തിൻ്റെ ശക്തി. സ്തോത്രം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി ചിലരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുക. സ്തോത്രം. അവസ്ഥ മാറുക, ജീവിതത്തിൻ്റെ അവസ്ഥ മാറുക. ആമേൻ. ബുദ്ധിയെ കെട്ടി പൈശാചികമായ രോഗം, സ്തോത്രം, മറ്റു പലരുടെയും കൈക്കുള്ളിൽ നിന്റെ ഭർത്താവിനെ ആക്കുന്ന, നിന്റെ മക്കളെ ആക്കി തീർക്കുന്ന നല്ല ബുദ്ധിയുള്ളവരാ, നല്ല സ്നേഹമുള്ളവരാ, എല്ലാം അറിയാമെന്നുള്ളവരാ. പക്ഷെ എന്നിട്ടും എങ്ങനെ ആ കുടുക്കിൽ പോയി പെട്ടു? അല്ലേ സഹോദര, നിന്റെ ഭാര്യ എങ്ങനെ ആ കുടുക്കിൽ പോയി പെട്ടു? നിങ്ങളുടെ മക്കൾ എങ്ങനെ ആ കുടുക്കിൽ പോയി പെട്ടു? ആമേൻ. പിശാച് അവരെ ബാധിച്ചു. അവർ രോഗികളായി മാറി. അവരുടെ നല്ല ബുദ്ധി നഷ്ടപ്പെട്ടു. സ്തോത്രം. അവരുടെ സ്വബോധം പോയി, അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ പിടിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ റെഡിയാണോ? പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, കാൽവരി ക്രൂശിൽ അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ എൻ്റെ ഭർത്താവിന് മേൽ, എൻ്റെ മക്കളുടെ മേൽ അത് വെളിപ്പെട്ട് വരട്ടെ. അവർ വിടുവിക്കപ്പെടട്ടെ. ആ കെട്ട് പൊട്ടട്ടെ. തീങ്കൽ മെഴുകി ഉരുകി മാറുന്നത് പോലെ എന്നിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ അകറ്റുന്ന, എൻ്റെ മക്കളെ അകറ്റുന്ന, എൻ്റെ ഭാര്യ അകറ്റുന്ന ആ ബന്ധനം, ആ കെട്ട് പൊട്ടി മാറട്ടെ. പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ പിശാച് കെട്ടി ബന്ധിച്ച കെട്ടുകൾ പൊട്ടി മാറുന്ന കൃപയ്ക്ക് ആ ബന്ധനം അഴിയുക. അവൻ മടങ്ങി വരിക, നിന്റെ ഭാര്യ മടങ്ങി വരിക. ആമേൻ. കടക്കാരിയാക്കുവാൻ തക്കവണ്ണം, ചതിക്കപ്പെടുവാൻ തക്കവണ്ണം ബുദ്ധിയെ കെട്ടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നീ നിന്റെ മക്കളും അനുഭവിക്കേണ്ട നന്മയാ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിക്ക് വേണ്ടി കരുതേണ്ട നന്മയാ. പലരും ചോദിക്കുന്നു, പലരും പറയുന്നു, അങ്ങ് കൊടുത്തു പോകുകയാ. സ്തോത്രം. ആമേൻ. ഇപ്പോൾ ഒന്നുമില്ലാത്തതായി തീർന്നു. പലരെയും സഹായിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് പണി കിട്ടിയ ചിലർ കേൾക്കുന്നുണ്ട്. ആ മനസ്സെ, ആ സഹായിക്കുവാനുണ്ടായ മനസ്സെ രൂപക്കൂട്ടിൽ വെക്കാനുള്ള മനസ്സല്ല, പിശാച് നിന്നെ ബന്ധിച്ചതാ. ആമേൻ. നിന്റെ അധ്വാന ഫലം നീയും നിന്റെ മക്കളും നിന്റെ കുടുംബവും അനുഭവിക്കുവാനുള്ളതാ. ആമേൻ. അത് നാട്ടുകാർക്ക് വിതരണം ചെയ്യുവാനുള്ളതല്ല. സഹായിക്കണം. ആമേൻ. എങ്ങനെ? അത് നീ നിലനിൽക്കണം, നിന്റെ കുടുംബം നിലനിർത്തണം, എന്നിട്ട് സഹായിക്കണം. ആമേൻ. അല്ലാതെ സഹായിക്കുവാൻ വയ്യതുകൊണ്ടാ ജപ്തിയായി പോകുവാൻ പോകുന്നേ. സഹോദര, അത് ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീതി വെളിപ്പെടുമെന്നേ. ആ കോടതിക്കകത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. അപ്പോൾ ആ രോഗം മാറണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ എൻ്റെ മേൽ, എൻ്റെ ഭർത്താവിന് മേൽ, എൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ.
ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാക്കുന്ന പിശാചിന്റെ പദ്ധതികൾ, അതിന് തക്കവണ്ണം പിശാച് കെട്ടിയ കെട്ടുകൾ, ഇപ്പോൾ ആ കെട്ടുകൾ പൊട്ടിമാറട്ടെ. യെസ്, പുനരുദ്ധാനത്തിന്റെ ശക്തി ചില കെട്ടുകളെ പൊട്ടിക്കുക. ആമേൻ. ചില കെട്ടുകൾ പൊട്ടണം. ആമേൻ. മദ്യം മുഖാന്തരം, പുകവലി മുഖാന്തരം ശാരീരികമായ രോഗം അനുഭവിക്കുന്നവർ, യെസ്, പ്രാർത്ഥിക്കുക. ആ കിഡ്നി പ്രോബ്ലമായ സ്തോത്രം സഹോദര പ്രാർത്ഥിക്കുക. യെസ് സഹോദരി, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മദ്യപാന മുഖാന്തരമുള്ള സകല രോഗങ്ങളും, പുകവലി മുഖാന്തരമുള്ള ലഹരി ഉപയോഗങ്ങൾ മുഖാന്തരം ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗവും ഇപ്പോൾ സൗഖ്യമാകുക. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം ഇപ്പോൾ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. യെസ്, അത് ഞങ്ങൾ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ. ആ കിഡ്നി പുനർനിർമ്മിക്കപ്പെടട്ടെ. സ്തോത്രം. ലിവർ സിറോസിസുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, അവയവം പുനർനിർമ്മിക്കപ്പെടട്ടെ. താങ്ക് ഗോഡ്. മാനസികമായി കിളി പോയി അബ്നോർമലായ ചിലർ എന്ത് സംസാരിക്കുന്നു എന്നറിയുന്നില്ല, എന്ത് പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നില്ല. മദ്യത്തിൻ്റെ ഒരു വല്ലാത്ത സ്റ്റേജാണ്. ആമേൻ. സഹോദരി, നീ വല്ലാതെ ഭാരപ്പെടുക. മക്കളെ, നിങ്ങളുടെ അപ്പനെ കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെടുക. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്ക്. ആ അബ്നോർമലായിട്ടുള്ള അവസ്ഥ മാറുക. അവർ സുബോധമുള്ളവരായി മാറുവാൻ പോകുക. യേശുവേ, അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ വെളിപ്പെട്ട സൗഖ്യം എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ ഭർത്താവിന് മേൽ, എൻ്റെ അപ്പന് മേൽ അത് വെളിപ്പെട്ട് വരട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. പുനരുദ്ധാനത്തിൻ്റെ ശക്തി ചില മാനസിക രോഗങ്ങളെ സൗഖ്യമാക്കുക. സ്തോത്രം. ആമേൻ. നിരാശയാ, അപമാനമാ, പുറത്തു പറയുവാൻ കഴിയുന്നില്ല. അതെ, നീ സൗഖ്യമാകുക. പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടുക. മേൻ സുബോധമുള്ളവരായി തീരുക. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? എങ്ങനെ? യേശുവേ, കാൽവരി ക്രൂശിൽ അങ്ങയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ വെളിപ്പെട്ടതും എനിക്ക് വാഗ്ദത്തം ചെയ്തതുമായ സൗഖ്യം ഞാൻ റിസീവ് ചെയ്യുന്നു. ആമേൻ. സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. രോഗക്കിടക്കകൾ ഇനിയില്ല. ആമേൻ. ചില കിടക്കകൾ ഭവനങ്ങൾക്കകത്ത് ഇനിയില്ല. ആമേൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഉപവസിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എന്നാൽ പ്രാർത്ഥിച്ചാലോ? കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായിരിക്കുന്നു നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്താൽ ഇവരെയൊക്കെ സൗഖ്യമാക്കി വിടുവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും വിട്ടുമാറട്ടെ. തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ. ജോലി സ്ഥലത്തെ വെല്ലുവിളികൾ മാറട്ടെ. ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ. ശമ്പളങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥകൾ മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ജോലിക്ക് പോകുവാൻ കഴിയാതെ മാനസികമായി ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. ആ ബന്ധനം അഴിയട്ടെ. ആ കെട്ട് പൊട്ടട്ടെ. താങ്ക് ഗോഡ്. യെസ്, ആ കെട്ട് പൊട്ടട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. യെസ്, ദാരിദ്ര്യങ്ങൾ മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ദൈവിക സമാധാന ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ, ഐക്യതയിൽ ചേർന്ന് വരട്ടെ. സ്തോത്രം. സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ചേർന്ന് വരട്ടെ. കോടതികളിൽ തീർപ്പുണ്ടാകട്ടെ. ചതിക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവർ നീതി കിട്ടട്ടെ. അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ തിരികെ പ്രാപിക്കട്ടെ. അമ്മേൻ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ട് ഉണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയമായ ഒരു ഉദ്ധാരണം ഉണ്ടാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.